Good afternoon. Good evening, Miss. പേജ് നമ്പർ എന്ന് പറയുന്നത് പേജ് നമ്പർ 160. സ്റ്റാർട്ട് ചെയ്താലോ? ആ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റെന്റ് പെയ്ഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഏതായിരുന്നു? അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അല്ലായിരുന്നോ? നെക്സ്റ്റ് വരുന്നതാണ് റെന്റ് പെയ്ഡ്. റെന്റ് പെയ്ഡ് ഇസ് ആൻ ഐറ്റം സം അഡ്ജസ്റ്റ്മെന്റ് ഇൻ റെന്റ്. എന്നാൽ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. എന്താണ്, അതിൽ തന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുന്നുണ്ട്. അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് ഒന്ന് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറണ്ട് ഇയർ. കറണ്ട് ഇയറിൽ വരുന്ന റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് റെന്റ് പെയ്ഡിൽ വരും. റെന്റ് പെയ്ഡ് ഇൻ ദി കറണ്ട് ഇയർ ആസ് അഡ്വാൻസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. എന്താണ്, കറണ്ട് ഇയറിൽ റെന്റ് പെയ്ഡ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ളത്. റെന്റ് പെയ്ഡ് ഇൻ ദി കറണ്ട് ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻ ദി പ്രീവിയസ് ഇയർ. എന്താണ്, പ്രീവിയസ് ഇയറിൽ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്ന റെന്റ്. റെന്റ് പെയ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് കറണ്ട് ഇയർ. എന്താണ്, പ്രീവിയസ് ഇയറിൽ കറണ്ട് ഇയറിൽ കിട്ടിയ റെന്റ്. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് റെന്റ് പെയ്ഡിൽ വരുന്നത്. ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് റെന്റ് പെയ്ഡും ചെയ്യുന്നത്. റെന്റ് പെയ്ഡ് ഇൻ ദി കറണ്ട് ഇയർ എമൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ കറണ്ട് ഇയർ. എന്താണ്, കറണ്ട് ഇയറിലേക്കുള്ള റെന്റ് പെയ്ഡ് പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യുക. ദെൻ ആഡ് റെന്റ് ഡ്യൂ ഇൻ ദ കറണ്ട് ഇയർ ബട്ട് നോട്ട് പെയ്ഡ്. എന്താണ്, കറണ്ട് ഇയറിൽ റെന്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് പെയ്ഡ് ഫോർ പ്രീവിയസ് ഇയർ ഇൻ കറണ്ട് ഇയർ. എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് പേ ചെയ്ത് പ്രീവിയസ് ഇയറിൽ കറണ്ട് ഇയറിലേക്കുള്ളതുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ദെൻ അഡ്വാൻസ് റെന്റ് പെയ്ഡ് ഫോർ നെക്സ്റ്റ് ഇയർ ഇൻ ദി കറണ്ട് ഇയർ. എന്താണ്, അഡ്വാൻസ് റെന്റ് നെക്സ്റ്റ് ഇയറിലേക്ക് കറണ്ട് ഇയറിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. അപ്പൊ ഇത്രയാണ് റെന്റ് പെയ്ഡിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ ക്ലബ് ഹാസ് പെയ്ഡ് റെന്റ് ഫോർ ₹20,000 ഇൻ ദി ഇയർ 2013. റെന്റ് still to be paid amount to ₹2,000. Amount of ₹1,500 was paid in 2012 on account of the year 2013. Calculate the amount to be taken into income and expenditure account of 2013. എന്തൊക്കെയാ നമുക്ക് തന്നേക്കുന്നേ? പെയ്ഡ് റെന്റ് തന്നിട്ടുണ്ട്. 2013 പെയ്ഡ് റെന്റ് 20,000 രൂപ തന്നിട്ടുണ്ട്. റെന്റ് സ്റ്റിൽ ടു ബി പെയ്ഡ് എമൗണ്ട് ടു ₹2,000. എന്താണ്, 2,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. Then amount of ₹1,500 was paid in 2012 on account of the year 2013. എന്താണ്, 2012 1,500 രൂപ റെന്റ് പെയ്ഡ് ആയിട്ടുള്ളത് 2013 തന്നിട്ടുണ്ട്. Then calculate the amount to be taken to income and expenditure account. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? കുര്യാക്കോസിന് പറയാമോ? റെന്റ് പെയ്ഡ് 20,000 രൂപ. പിന്നെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 2013 കിട്ടിയത് 2,000 രൂപ
പ്ലസ് ചെയ്യാം. ഓക്കെ. പിന്നെ 2012 1500 രൂപ ലെസ് ചെയ്യാം. 2012 എമൗണ്ട് കിട്ടിയില്ലേ 13 2012 അഡ്വാൻസ് ആയിട്ട് കിട്ടി, 2013 റെന്റ്. അപ്പൊ അതോടും കൂടി ആഡ് ചെയ്യാം അല്ലെ? അത് ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് റെന്റ് പെയ്ഡിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. ഇത് നമുക്ക് റെന്റ് പെയ്ഡ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ. ഷിൻഡോയ്ക്ക് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അതായത് നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഒരു ഐറ്റം ആണ് റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത്. ഈ റെന്റ് പെയ്ഡ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് റെന്റ് പെയ്ഡിൽ തന്നിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ റെന്റ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതുക. അതിന്റെ കൂടെ കല്ല് വരച്ചിട്ടല്ലേ? എന്തോ കോളം വരച്ചിട്ടല്ലേ? കോളം വരച്ചിട്ട്, അതായത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമല്ലോ, അതിൻ്റെ അകത്ത് ഒരു ഐറ്റം ആണ്. ആ ഐറ്റത്തിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമാണ് ഇത്. അപ്പൊ നമുക്ക് റെന്റ് പെയ്ഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് തൊട്ട് മുമ്പ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് ജസ്റ്റ് നോക്കിക്കോണേ. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ല, റെന്റ് പെയ്ഡ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ അതേ എമൗണ്ട് തന്നെ എഴുതുക. അതിന്റെ കൂടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് പിന്നെ നമുക്ക് നോക്കേണ്ടത്. പിന്നെ വരുന്നത് നമുക്ക് റെന്റ് പെയ്ഡ് അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് പ്രീവിയസ് ഇയറിൽ ഈ വർഷത്തേക്കുള്ള റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് കുറയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ജസ്റ്റ് നോക്കുക. അതുപോലെയാണ് ചെയ്യേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പറയാമോ? എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? കുര്യാക്കോസിന് പറയാമോ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് നമ്മുടെ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും മാത്രമേ എടുക്കുള്ളൂ. ഫർണിച്ചർ അതുപോലെയുള്ള ഐറ്റംസ് നമ്മൾ എടുക്കില്ല. അസറ്റ്സ് എടുക്കില്ല. പിന്നെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എടുക്കില്ല അല്ലേ? അതൊന്നും എടുക്കില്ല. ഓക്കെ, നോക്കിക്കോ. ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നേച്ചർ, അതിന്റെ നേച്ചർ ഓഫ് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദി ക്യാഷ് ബുക്ക്. എന്താണ്? ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറിയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പേജ് 163 അല്ലേ? 163. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് റവന്യൂ ഇൻകം ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് റവന്യൂ ഇൻകം റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ ക്യാപിറ്റൽ ഇൻകം ഒന്നും വരില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഇൻകം റവന്യൂ എക്സ്പെൻഡിച്ചറും മാത്രമേ വരുള്ളൂ. ഇനി അതിന്റെ സൈഡ് ആണെങ്കിലോ, ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് ഷോസ് റെസിപ്റ്റ്സ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് റെസിപ്റ്റും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റും ആണ് കാണിക്കുന്നത്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ഡെബിറ്റ് സൈഡ് കാണിക്കുന്നത് എക്സ്പെൻസ് ലോസസും ആണ്, ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നത് ഇൻകംസും ഗെയിൻസും ആണ്. അതായത് നമുക്ക് ഡിഫറൻസ് കിട്ടുന്ന ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ക്രെഡിറ്റ് സൈഡിലാണെങ്കിലോ ഗെയിനും കാണിക്കും. അതാണ് അതിന്റെ സൈഡിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിലോ നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്?
ഓപ്പണിംഗ് Okay, ബാലൻസിലാണ്. ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കിലോ ആണ് നമ്മളത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റഡി ചെയ്യുന്നത്. പക്ഷെ ദർ ഇസ് നോ ബാലൻസ് ഇൻ ദ ബിഗിനിങ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താ ഓപ്പണിംഗ് ബാലൻസിന്റെ ആവശ്യമേ ഇല്ല. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഷോസ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. എന്നാണ് നമുക്കറിയാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ലാസ്റ്റ് നമ്മൾ ഏതാണ് ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. പക്ഷെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താ കാണിക്കുന്നത്? അതിന്റെ ഡിഫറൻസ് നമ്മൾ കാണിക്കുന്നത് ഒന്നെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ ഓഫ് ഐറ്റംസ് ആർ റെക്കോർഡഡ്. എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമുക്കറിയാം റവന്യൂ ഐറ്റംസും എടുക്കും, നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസും എടുക്കും. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താണ് റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. എന്താ ക്യാപിറ്റൽ നേച്ചറിലുള്ളതൊന്നും എടുക്കില്ല. Then adjustment are not considered while preparing it. Receipts and payment അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും വരുന്നില്ല. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ചില നെസസറി ആയിട്ടുള്ള ഐറ്റംസിന് മാത്രം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് മാത്രമേ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ റെന്റ് പെയ്ഡ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വന്നില്ലേ, അക്രൂഡ്, അത് മാത്രമേ വരുന്നുള്ളൂ. Then transfer of closing balance of this account is transferred to the receipts and payment account for the next year. എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്താണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഇസ് ട്രാൻസ്ഫർഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലേക്ക് നമുക്ക് ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന രീതിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയല്ലേ ചെയ്യുന്നത്. അത്രയേ ചെയ്യുന്നുള്ളൂ. അത്രയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിഫറൻസ് ഓക്കെ ആണോ? okay. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ തന്നെ നമ്മളിപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ്. അതായത് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്ത് ഈ NPOയുടെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഇതിലും അസറ്റും ലയബിലിറ്റീസ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഐറ്റത്തിന് ഇച്ചിരി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കാണുന്ന ഐറ്റംസ് നോക്കിക്കോളൂ. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ബിൽഡിംഗ് ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്, അതിന്റെ കൂടെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. സർപ്ലസോ ഡെഫിസിറ്റോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ഇല്ല ഡെഫിസിറ്റ് ആണെങ്കിൽ കുറയ്ക്കും, സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. then അസറ്റ് സൈഡിലാണെങ്കിലോ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, സ്പോർട്സ് മെറ്റീരിയൽ, ബുക്സ്, ഫർണിച്ചർ, ബിൽഡിങ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് NPOസിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഐറ്റംസ്. മെയിൻ ആയിട്ട് എല്ലാ ഐറ്റംസും ഒന്നും വരില്ല. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതിൽ ചെറിയ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് എങ്കിൽ assets appear in the preceding year balance sheet needs to be adjusted for any sale or purchase of the asset made during the year and the depreciation provided on the particular asset. Only the adjusted amount will appear in the balance sheet of the current year. അതായത് നമുക്കറിയാം എന്താണ് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഈ ബാലൻസ് ഷീറ്റിൽ അസറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വല്ല സെയിലോ പർച്ചേസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ക്ലിയർ അല്ലല്ലോ മാഡം. if any new asset has been purchased during the year, clear അല്ലേ? ക്ലിയർ ആവുന്നില്ല. ആദ്യം കൂടെ ഒന്നും പറയോ? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ കേൾക്കാം. ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം, നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട്.
ഓക്കെ, നമുക്കറിയാം അസറ്റ്സ്, ഉം. അതായത് പ്രിസീഡിങ് ഇയറിൽ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും അസറ്റ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, കറണ്ട് ഇയറിൽ അത് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മേലെ എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് കേൾക്കാമോ? പറഞ്ഞേ. കേൾക്കാം. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പൊ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പൊ ഈ ഐറ്റം കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉം. എന്നിട്ട് അതിന്മേൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വന്നിട്ടുണ്ടോ, അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ആ ഫർണിച്ചർ ഈ വർഷം സെയിൽ ചെയ്യോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം ഫർണിച്ചറായിട്ട് കാണിക്കാൻ. അതായത് നമ്മൾ ഫർണിച്ചർ എന്ന് കാണിക്കുമ്പോൾ ടോട്ടൽ ഫർണിച്ചർ ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. അതെ. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫർണിച്ചർ പർച്ചേസ് ചെയ്യോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ഫർണിച്ചർ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യാൻ. ഓക്കെ ആണോ? ഓക്കെ. ഡിപ്രീസിയേഷൻ കൂടി കാണിക്കണം അല്ലേ? ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം കാണിക്കാനായിട്ട്. അത് കറണ്ട് ഇയറിലെ കേട്ടോ. ഓക്കെ. Then if any new asset has been purchased during the year, it will appear on the payment side of the receipts and payment account. നമ്മൾ പുതിയ അസറ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കാണിക്കും. സോ ദർ ഫ്രം ഇറ്റ് ടേക്ക് ഇൻ ടു ദ ബാലൻസ് ഷീറ്റ്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിലേക്ക് അത് കാണിക്കും. If any loan has been raised, it will appear on the receipt side of the receipts and payment account. നമ്മൾ എന്തെങ്കിലും ലോൺ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. റീപേയ്മെന്റ് ഓൺ ഇറ്റ്സ് പേയ്മെന്റ് സൈഡ്, അത് റീപേയ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേയ്മെന്റ് സൈഡിൽ കാണിക്കും. നെറ്റ് എമൗണ്ട് വിൽ ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും റീപേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ലോൺ എടുത്ത റെസിപ്റ്റിൽ നിന്ന് പേയ്മെന്റ് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ. Then in the same manner, if any advance has been made to a person and some repayment has been made by a person, it will be shown on the asset side of the balance sheet at the net amount. അതായത് ഇതേപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റീപേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. Then any adjustment made regarding expenses and or regarding incomes such as outstanding or prepaid will shown in the balance sheet. നമ്മളിപ്പോ പറഞ്ഞില്ലേ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. അതായത് അഡ്ജസ്റ്റ്മെന്റിന് ശേഷമുള്ള എമൗണ്ട് ഇല്ലേ, ഡിഡക്ട് ചെയ്ത എമൗണ്ട്, ആ എമൗണ്ട് മാത്രം ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ എമൗണ്ട് മാത്രം ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. Any item of liability appearing in the previous year balance sheet will shown and at its net value, that is after deducting from it the amount paid against them. അതായത് ഏതെങ്കിലും ഒരു ലയബിലിറ്റി പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നെറ്റ് വാല്യൂ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ എമൗണ്ട് പെയ്ഡ് അഗെയിൻസ്റ്റ് ദം, അതായത് നമ്മൾ ആ ലയബിലിറ്റിയിൽ ഏതെങ്കിലും ഒരു എമൗണ്ട്, ഏതെങ്കിലും കുറച്ച് എമൗണ്ട് ഈ വർഷം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് മാത്രം ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ഓക്കെ ആണോ പോയിന്റ്? Special receipts like donations for building etc. will not be treated as a income. It will shown as a one mean for special purpose on the liability side of the balance sheet. നമ്മൾ പറഞ്ഞല്ലേ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ അതായത് ക്യാപിറ്റൽ ഇൻകം ആയിട്ടാണല്ലോ അത് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള സ്പെഷ്യൽ റെസിപ്റ്റ്സ് ഒന്നും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ക്യാപിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. സോ അത് നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി സൈഡിൽ, അതായത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ ആണോ? ഒന്നുകൂടെ മതി. അതായത് നമ്മള് ഇപ്പോ ഡൊണേഷൻ കിട്ടുന്ന കാര്യം പറഞ്ഞില്ലേ, അതെന്തെങ്കിലും നമ്മൾ പറഞ്ഞ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ. സ്പെഷ്യൽ പർപ്പസ് ഒന്നും ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് സ്പെഷ്യൽ റെസിപ്റ്റ്സ് ആയിട്ട്, അതായത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്, റവന്യൂ നേച്ചർ അല്ല ക്യാപിറ്റൽ നേച്ചറിലുള്ള ഫണ്ടാണെന്ന് മനസ്സിലാവില്ലേ. അപ്പൊ അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ അതൊരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കരുത്. പക്ഷെ അത് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യണം. എന്താണ്, ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ ഫണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഷിൻഡോയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? Then capital general fund taken from the last balance sheet will be shown after adjusting the current year's surplus or deficit. അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് അല്ലെ ജനറൽ ഫണ്ട് എത്രയാണോ കാണിച്ചിരിക്കുന്നത് അത് കാണിക്കുക. അതിന്റെ കൂടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഇപ്പൊ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ച്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. Then one important point regarding preparing balance sheet is that before preparing income and expenditure account and balance sheet of a non-profit organization for the current year, capital general fund carry forward from the last year should be considered. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ക്യാപിറ്റൽ ജനറൽ ഫണ്ട് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും ബാലൻസ് ഷീറ്റിൽ. Besides this, other items of liabilities asset carried from last year are also needed to be adjusted. അതായത് കഴിഞ്ഞ വർഷത്തെ ലയബിലിറ്റിയോ അസറ്റോ എന്തെങ്കിലും ഈ വർഷത്തിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും, അതായത് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടായിരിക്കും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണെങ്കിലും ചോദിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക. Information as on 31st December 2013 of a All Green Evergreen and NGO working for the preservation of forest is given as under. നമുക്കൊരു NGOയുടെ ആണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ക്യാഷ് ടു ബാങ്ക് തന്നിട്ടുണ്ട്, ബുക്സ് തന്നിട്ടുണ്ട്, ഫർണിച്ചർ തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2014, ദെൻ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, പബ്ലിസിറ്റി ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് അവരുടെ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ഏത് സൈഡിൽ വരും? ക്യാഷ് ടു ബാങ്ക്, ബുക്സ്, ബുക്സ് ഒക്കെ അസറ്റ് സൈഡിലല്ലേ വരുന്നത്? ബുക്സ് ഒക്കെ അസറ്റ് ആണ്. ഫർണിച്ചർ അസറ്റ് സൈഡ് തന്നെ, അസറ്റ് തന്നെയല്ലേ? അസറ്റ് തന്നെയാണ്. കമ്പ്യൂട്ടർ അതും അസറ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അത് മറ്റേ ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡില്. അസറ്റ് സൈഡിൽ. ഓക്കെ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓർത്താണ് നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓക്കെ. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് അസറ്റ് അല്ലേ? അസറ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2014. 2014 നമ്മള്, അതായത് നമ്മൾ 2013 പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ 2014 സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കണം? ലയബിലിറ്റി ആണ് അല്ലേ? ലയബിലിറ്റി ആണ്. ദെൻ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി തന്നെയല്ലേ? ലയബിലിറ്റി തന്നെ, പേയ്മെന്റ് അല്ലേ റെന്റ്. പബ്ലിസിറ്റി ഫണ്ട് അതും ലയബിലിറ്റി അല്ലേ? ലയബിലിറ്റി ആണ്. ബിൽഡിംഗ് ഫണ്ട് അതും ലയബിലിറ്റി ആണ്. അത് ലയബിലിറ്റി ആണ്.
സോ ഇത്രയും വെച്ചിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? ക്യാപിറ്റൽ തന്നിട്ടില്ല. ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അങ്ങനെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടില്ല. അപ്പൊ അങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കേ, കിട്ടുന്നുണ്ടോന്ന്. ഐറ്റംസ് ഒക്കെ ഏത് സൈഡിലാന്ന് മനസ്സിലായില്ലേ? ലയബിലിറ്റിയും അസറ്റ്. ഓക്കെ. വരച്ചോ? വരയ്ക്കാം. at 31st. ഷിന്റെ വരയ്ക്കുവാണോ? വരയ്ക്കാണ്. ആയിട്ട് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. ഓക്കെ. ഷിന്റെ വരയ്ക്കോ? പറയൂ. ഓക്കെ. എഴുതട്ടെ? എഴുതിയില്ലേ? സബ്സ്ക്രിപ്ഷൻ 2014 നമ്മൾ പറഞ്ഞ ലയബിലിറ്റി സൈഡിൽ തന്നെയല്ലേ? സബ്സ്ക്രിപ്ഷൻ Received ലയബിലിറ്റി സൈഡിൽ തന്നെ. അത് ലയബിലിറ്റി ആണ്.
പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഷിൻഡോ? എന്തോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങള് ശരിയാവാനുണ്ട് കുറച്ചും എന്തോ? ശരിയാവാനുണ്ട്. ഓക്കെ, ഏതെല്ലാം ഐറ്റം മനസ്സിലാവാത്തുണ്ടോ? പോസ്റ്റ് ചെയ്യേണ്ട എവിടെയാന്ന്? ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബുക്സ് പറഞ്ഞു. ലബിലിറ്റീസിന്റെ എന്നിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞല്ലോ. ഏതാ? ലബിലിറ്റീസിന്റെ അർത്ഥം ലയബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ്യത. ബാധ്യത അല്ലെ? അസറ്റ് എന്ന് വെച്ചാൽ ആസ്തി. ആസ്തി. ആ. ഓക്കെ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബുക്സ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, ഇത്രയും എന്താണ്? അസറ്റ് ആണ്. അസറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2014, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, പബ്ലിസിറ്റി ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട് ഇത്രയും എന്താണ്? ലയബിലിറ്റി ആണ്. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഡിഫറൻസ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളോട് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് എന്നിട്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നിരിക്കുന്ന അസറ്റിൽ നിന്ന് തന്നിരിക്കുന്ന ലയബിലിറ്റി കുറച്ചിട്ട് കിട്ടുന്ന ഫണ്ടായിരിക്കും ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. 12. ആഡ് ചെയ്യാൻ പാടായിരിക്കും അല്ലേ? ഉം. മേഡം, ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മൾ ലയബിലിറ്റി സൈഡിലല്ലേ വെക്കുന്നത്? ആണോ? അല്ല, സബ്സ്ക്രിപ്ഷൻ നമുക്ക് റിസീവ്ഡ് അല്ലേ? ഓ, ഇൻകം അല്ലേ? ഓ, ശരി ശരി. 2000
അപ്പൊ നമുക്ക് ലയബിലിറ്റി സൈഡിൽ 1,22,800 കിട്ടി. ലയബിലിറ്റി സൈഡിൽ 1,22,800. അസറ്റ് സൈഡും കൂടെ നോക്കിക്കേ. അസറ്റ് സൈഡിൽ വരുമ്പോ 2,43,800 കിട്ടി. ഡിഫറൻസ് 2,43,800 1,22,800 1,21,000. 1,21,000. ഷിൻഡേക്ക് കിട്ടിയോ? ഇല്ല, നോക്കണുള്ളൂ. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ക്യാപിറ്റൽ. അതല്ല ചോദിച്ചത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താന്ന് പറയാമോ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റീസാ. ലയബിലിറ്റി ആണ്. പക്ഷെ അത് എന്താണെന്ന് പറയാം. വാട്ട് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ പറയാ? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്താന്ന് പറയാമോ? എന്താ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാമോ? അതാണ് ഇവിടെ ഡൗട്ട് വന്നത്. എന്താ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് അപ്പറേയും സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പറേയും വന്നത് എന്താണെന്ന് ഡൗട്ട് വന്നതിന്റെ കാരണം ഇതാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടാ. പക്ഷെ ഈ കറണ്ട് ഇയറിൽ അത് കൊടുത്തിട്ടില്ല. നോട്ട് എറ്റ് പെയ്ഡ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ബാലൻസ് എടുക്കുന്നതാണ്. പേയ്മെന്റ് ചെയ്യാൻ ബാലൻസ് എടുക്കുന്നത് നമുക്ക് ബാധ്യതയല്ലേ. അതുകൊണ്ടാണ് അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പൊ നമ്മള് ഇതിൽ അസറ്റ് സൈഡിലാണല്ലോ കാണിച്ചത്. അത് സബ്സ്ക്രിപ്ഷൻ. അത് ഞാൻ പറയുന്നത്. ഞാൻ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞത്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചിരിക്കുന്നത് അതായത് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതാണ് പേയ്മെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഷിൻഡോയ്ക്ക് മനസ്സിലായോ? അതായത് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റും ഉണ്ട്, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകവും ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് ഇയറിൽ ഈ വർഷം നമ്മൾ റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഡിസംബർ മാസത്തെ റെന്റ് നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയിട്ട് നമ്മൾക്ക് ആ റെന്റ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ വരുന്ന ആ എമൗണ്ട് ആണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അതാണ്, അതായത് അതാണ് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റെന്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ലയബിലിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്തുകൊണ്ട് അസറ്റ് സൈഡിൽ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്.
അതായത് ഇപ്പൊ ക്ലബിന്റെ മെമ്പറൊക്കെയാണ് അല്ലെങ്കിൽ ക്ലബ് ആണ് നമ്മുടെ ഇത് ഓർഗനൈസേഷൻ എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അതായത് നോട്ട് അറ്റ് ഇതൊരു റിസീവ്ഡ്, വ്യക്തിയുടെ അതായത് ഇതൊരു വ്യക്തിയുടെ എന്താണത്? എന്തോ നമ്മൾ വ്യക്തിനെ വെച്ചിട്ടല്ല നോക്കേണ്ടത്. നമ്മൾ അല്ല. ഇവിടെ NPOയുടെ കാര്യം പറഞ്ഞത്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ ആണ്. ഒന്നുകിൽ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ബാങ്ക്, അങ്ങനെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളതില്ലേ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലാതെ, ബിസിനസ് അല്ലാതെ പ്രോഫിറ്റ് ഏൺ ചെയ്യാതെ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നവരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പൊ അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷന് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ് മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് ഇയറിൽ കിട്ടേണ്ട എമൗണ്ട് കിട്ടാതെ വന്നത് കൊണ്ടാണ് അത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നോട്ട് അറ്റ് റിസീവ്ഡ്, അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്യേണ്ട എമൗണ്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിത് കിട്ടാനുള്ള നമ്മൾ അസറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്. അത് ഈ വർഷത്തെ അല്ല. അപ്പൊ നമുക്ക് അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ എടുക്കാനുള്ള ലയബിലിറ്റി ആണല്ലേ? ഇനി അതിലായിട്ട് ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട്, നമുക്ക് ലയബിലിറ്റി ആണ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് ആയിട്ടാണ് കാണിച്ചത് അല്ലേ? ഇനി റെന്റ് റിസീവ്ഡിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് വരുവാണെങ്കിൽ അത് നമുക്ക് അസറ്റ് ആണ്. റെന്റ് പെയ്ഡിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് വരുവാണെങ്കിൽ അത് നമുക്ക് ലയബിലിറ്റി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു NGOയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്താണ് നമുക്ക് റെന്റ് റിസീവ്ഡ് വരുന്നില്ല, നമ്മൾ റെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണെന്നും കൂടെ നോക്കണം, എന്നാലേ നമുക്ക് ഐറ്റം മനസ്സിലാവുള്ളൂ. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇപ്പൊ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അതായത് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു NGOയുടെ ഇതല്ലേ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിപ്പോ റെന്റ് ആണെങ്കിലോ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ NGO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലേ. അതെ. അതായത് ഫോറസ്റ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGOയുടെ അക്കൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ അക്കൗണ്ട് ചിലപ്പോൾ അവര് വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റെന്റിനടുത്ത പ്രോപ്പർട്ടിയിലായിരിക്കും അല്ലെങ്കിൽ ബിൽഡിങ്ങിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് റെന്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ അത് പേയ്മെന്റ് ആണ്. അത് നമുക്ക് ഈ മാസത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് ഫിനാൻഷ്യലിലെ ഏതെങ്കിലും ഒരു മാസത്തെ റെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാധ്യതയാണ്. ഓർഗനൈസേഷൻ അത് ബാധ്യതയാണ്. നമ്മൾ എപ്പോഴും ഞാൻ ഓർഗനൈസേഷൻ ആണെന്ന് ചിന്തിച്ചിട്ട് വേണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കൺഫ്യൂഷൻ ആയോ? അല്ല, റെന്റ് അതാത് വർഷം കൊടുത്തു പോകുന്ന റെന്റ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വരില്ല. അപ്പൊ അത് ഏത് സൈഡ്? അല്ല, അങ്ങനെ ഒരു ഐറ്റമേ വരില്ല അവിടെ. വരില്ല. ഇല്ല, ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ വന്നിരിക്കുന്നത്. ചോദ്യം എങ്ങനെയായിരിക്കും? ഇങ്ങനെ തന്നെയായിരിക്കും ചോദ്യം. ഇതേപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ 31 ഡിസംബർ 2000 അങ്ങനെ പറഞ്ഞോണ്ടോ ചോദ്യം വരാൻ? അങ്ങനെ തന്നെ ചോദ്യം വരുന്നത്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരുന്നത്. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും, എമൗണ്ട് ഇങ്ങനെ കൊടുക്കും അല്ലേ? ഇങ്ങനെ കൊടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരും. കഴിഞ്ഞ ദിവസം നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലേ? അക്കൗണ്ട് തന്നിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ വരും. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ തരും. അത്രയും വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ ആണോ?
അടുത്ത് കിടക്കുന്ന ഒരു 4 ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാമോ? ആൻസർ ദ ഫോളോയിങ് 24.4 എന്ന് കിടക്കണ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കേ. ഏതാ? അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 4 ക്വസ്റ്റ്യൻ ഇല്ലേ? ഫോർ വാട്ട് ദ അസറ്റ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ് ബിഫോർ ഷോയിങ് ദം ഇൻ ദ ബാലൻസ് ഷീറ്റ് എന്ന് പറയണേ, കണ്ടോ? ഏത് പേജിലത്? തൊട്ടടുത്ത് അതിന്റെ അടുത്ത് തന്നെ പേജ് കാണുന്നത്. തൊട്ട് താഴെ. തൊട്ട് താഴെ, ആ ബാലൻസ് ഷീറ്റിന്റെ തൊട്ട് താഴെ കാണുന്നില്ലേ? ഫോർ വാട്ട് assets need to be adjusted before showing them in the balance sheet. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യും. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് പോയിന്റ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ? അതിൽ ഫസ്റ്റ് കിടക്കുന്ന പോയിന്റ് ആണ് അതിന്റെ ആൻസർ. അസറ്റ്സ് അപ്പിയറിംഗ് ദ പ്രിസീഡിംഗ് ഇയർ ബാലൻസ് ഷീറ്റ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ് ഫോർ എനി സെയിൽ ഓർ പർച്ചേസ് ഓഫ് ദി അസറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഓൺ ദ പർട്ടിക്കുലർ അസറ്റ്. അതാണ് കാണിക്കേണ്ട. ഉള്ളിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ട് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി കറന്റ് ഇയർ. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണോ? ഏത് ഒന്നുകൂടെ പറയാമോ? തൊട്ടിപ്പുറത്തെ പേജിലെ 165. അതിലെ ഒന്നാമത്തെ പോയിന്റ്. ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വരും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണേ. രണ്ടാമത്തെ ആൻസർ എന്താന്ന് നോക്കിയാൽ ഓൺ വിച്ച് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ലോൺ ഐറ്റം അപ്പിയറിംഗ് ഓൺ ദ റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വിൽ ബി ഷോൺ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ലോൺ ഏത് സൈഡിൽ കാണിക്കുന്നല്ലേ? അല്ല, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിക്കേ. On which side is balance sheet loan item appearing on the receipt side of the receipt and payment account will be shown. ഷിൻഡേക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? On which side of the balance sheet? അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് ലോൺ റെസിപ്റ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ ബാലൻസ് ഷീറ്റിൽ അത് ഏത് സൈഡിൽ വരും? ലയബിലിറ്റി സൈഡിലായിരിക്കോ അസറ്റ് സൈഡിലായിരിക്കോ വരുന്നത്? ലയബിലിറ്റി സൈഡിലായിരിക്കും. ലയബിലിറ്റി സൈഡിലായിരിക്കും. ഷിൻഡേക്ക് മനസ്സിലായോ? ബാലൻസ് ഷീറ്റ് ഐറ്റം സൈഡ് പേയ്മെന്റ്. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ലോൺ കാണിച്ചിരിക്കുന്ന റെസിപ്റ്റ് സൈഡിലാണെന്ന് വിചാരിക്കാം. അത് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിൽ വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ലോൺ കാണിച്ചിരിക്കുന്ന റെസിപ്റ്റ് സൈഡിലാണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ വരും. ഇനി അത് പേയ്മെന്റ് സൈഡിലാണെങ്കിലോ അസറ്റ് സൈഡിൽ വരുമോ? അസറ്റിൽ വരില്ല. വരുമോ? എങ്ങനെ വരും? വരില്ല. അത് ലോണിന്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കുകയേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് റീപേയ്മെന്റ് ഓഫ് ലോൺ ഇല്ലേ, അതാണ് നമ്മള് പേയ്മെന്റ് സൈഡിൽ വരുന്നത്. എടുത്ത ലോൺ നമ്മൾ കുറച്ച് തിരിച്ചടയ്ക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? ആ എമൗണ്ടിൽ നിന്ന്, ലോൺ എടുത്ത എമൗണ്ടിൽ നിന്ന് റീപേയ്മെന്റ് ഓഫ് ലോൺ കുറച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? മനസ്സിലായി. അസറ്റായിട്ടാ വരുന്നെങ്കിൽ പോലും അത് ലോൺ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുവാണ്.
അസറ്റ് ആയിട്ട് വരില്ല. സെറ്റായിട്ട് വരില്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് പേയ്മെന്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റില് ഇപ്പൊ റെസിപ്റ്റ്സ് കാണിച്ചത് കൊണ്ടാണ് നമ്മള് ബാലൻസ് ഷീറ്റ് ഇത് എഡ്യൂട്ടി സൈഡിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലേ? അതെ. കൺഫ്യൂഷൻ ആയോ? ഇനി അതേ ഐറ്റം, അതായത് ഈ എടുത്ത ലോൺ നമ്മള് പേയ്മെന്റ് സൈഡിൽ കാണിക്കാം. ഫുൾ എമൗണ്ട് അല്ല, കുറച്ച് എമൗണ്ട് റീപേയ്മെന്റ് ഓഫ് ലോൺ എന്ന് പറഞ്ഞത് നമ്മള് പേയ്മെന്റ് സൈഡിൽ കാണിക്കാന്ന് വിചാരിക്കാം. ആ എമൗണ്ട് അസറ്റ് സൈഡിൽ വരുമോ ലയബിലിറ്റി സൈഡിൽ വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അതൊരിക്കലും അസറ്റ് സൈഡിൽ വരില്ല. അത് നമ്മള് ലയബിലിറ്റി സൈഡിലെ ലോണിന്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കണം റീപേയ്മെന്റ് ഓഫ് ലോൺ. അതായത് ഇപ്പൊ നമ്മൾ 1,00,000 രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് സൈഡിൽ ഒരു 10,000 ഉണ്ടെന്ന് വിചാരിക്കാം. 1,00,000 10,000 കുറച്ചിട്ടുള്ള 90,000 ആണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്? ലയബിലിറ്റി സൈഡിൽ ലോൺ ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ. Okay, next question നോക്കിയ for what items the capital fund for the year's balance sheet will be adjusted? ഒന്ന് ശരിക്കും വായിച്ചു നോക്കിക്കേ. ക്ലിയർ ആയില്ല കേട്ടോ, ഒന്ന് കട്ടാക്കി ഇതാക്കും. ക്ലിയർ ആവുന്നുണ്ടോ? എന്തൊരു പതർച്ച പോലെ തോന്നി. ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആയി. Okay, for what items the capital fund for the year's balance sheet will be adjusted? Question മനസ്സിലായോ? ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൽ അതായത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ നമ്മളൊരു ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിലുണ്ട്. അത് നമുക്ക് ലയബിലിറ്റി ആയിട്ട് വരും. ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ഏത് ഐറ്റം ആണ് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഐറ്റംസ് ആണ്? For what items the capital fund for the year's balance sheet will be adjusted? പറഞ്ഞു, ശരി പറഞ്ഞത്. പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അതായത് ഒന്നെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്, അതെ, അല്ലെങ്കിൽ വേറൊരു ഐറ്റം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ഫോർമാറ്റ് പറഞ്ഞില്ലേ ബാലൻസ് ഷീറ്റിന്റെ? ആഡ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. അത് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അതായത് ആ ക്ലബ് എത്ര നാളുണ്ടോ അല്ലെങ്കിൽ ആ മെമ്പർ എത്ര നാളുണ്ടോ അത്ര നാളും ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യും, ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അപ്പൊ ഈ 2 ഐറ്റമാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 3 ഐറ്റം, സോറി, ഒന്ന് സർപ്ലസ്, ഒന്ന് ഡെഫിസിറ്റ്, ഒന്ന് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ഓക്കെ ആണോ? ഓക്കെ. At what value the liability of last year's balance sheet will be shown in the current year's balance sheet? പോയോ? ഇല്ല, പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. At what value the liability of last year's balance sheet will be shown in the current year's balance sheet? തൊട്ട് അപ്പുറത്തെ പേജിലെ 166, അതിന്റെ മുകളിൽ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടില്ലേ? അതില് capital general fund carry forward from the last year should be considered. കണ്ടോ ഒരു ലൈൻ? അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഐറ്റം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപിറ്റൽ ജനറൽ ഫണ്ട് ആണ് നമ്മൾ
പ്രീവിയസ് ബാലൻസ് ഷീറ്റിലെ ഈ കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിലോട്ടോ. ഓക്കെ ആണോ? Capital general fund carried forward from the last year should be considered. Capital ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? ഈ വർഷത്തെ ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ നമ്മൾ നാളെ എടുക്കുന്നത്. നാളെ ഉണ്ടോ? ക്ലാസ് ഉണ്ടല്ലേ? നാളെ ഉണ്ടാകും. സിംഗിൾ എൻട്രി സിസ്റ്റം നാളെ എക്സാം എന്തോ പറഞ്ഞിട്ടുണ്ടെന്നോ? ആണോ? അപ്പം മിക്കവാറും കാണില്ലായിരിക്കും. എന്നാലും നോക്കാം. എക്സാം മാറ്റുമെന്ന് അറിയില്ല, ചിലപ്പോൾ മാറ്റുമായിരിക്കും. അക്കൗണ്ടിങ്ങിന് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒന്നിന്റെ കണ്ടിന്യൂഷനാണ് ഞാൻ അടുത്ത ദിവസം എടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ മനസ്സിലാവില്ല. ചിന്തയ്ക്ക് കുറച്ചൊന്നും ക്ലിയർ ആയില്ലല്ലോ. വന്ന് ക്ലാസ് ഉണ്ടാവോ? പറയുമായിരിക്കും, മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം? നാളെ. എക്സാമിന്റെ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. നാളെ രാവിലെ. ഓക്കെ, ഏതിന്റെ എക്സാമാ? ഇംഗ്ലീഷാ നാളെ പറഞ്ഞേക്കണേ, മാറ്റുമെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ്. ഓക്കെ. ഓക്കെ.